ഭാര്യ സീസൺ 2 പവർഡ് ബൈ ന്യൂട്രിലയുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. സമയം പോയി. ഇതാണോ പിങ്ക്? ഇതാണോ പിങ്ക്? ഷിനുവിനോട് പറയാത്ത ഒരു കാര്യം, ഷിനുവിനോട് ഇവളെ അറിഞ്ഞ ഇവളുടെ വീട്ടിലറിയും. അങ്ങനെ നടന്നു. യഥാർത്ഥത്തിൽ അങ്ങനെയൊന്നുമല്ല സംഭവിച്ചത്. അതുകൊണ്ടാണ് ഞാൻ സത്യം പറഞ്ഞ അത് പറയാതിരുന്നത്. ഒരു ലാഘവോ ഇല്ലാതെയാണ് ആ ഒരു കാര്യം ഇവിടെ അവതരിപ്പിച്ചത്. ഉള്ള സാധനങ്ങൾ മുഴുവൻ വിറ്റ് വിറക്കേണ്ട ഒരു അവസ്ഥ വരും. വിധിന്ന് തന്നെ തീരുമാനിക്കാനേ എനിക്കും പറ്റുള്ളൂ. സണ്ണിച്ചനോട് ചോദിച്ചാൽ പോലും ഇതിനെപ്പറ്റി ഒരു കുറ്റം കിട്ടത്തില്ല. ദൈവമേ, ചലപില എന്നൊന്നും സംസാരിച്ച് ചുമ്മാണ്ട് നടക്കുന്ന ഒരു ക്യാരക്ടർ അല്ല. സംസാരിക്കുന്നത് അത്ര നല്ലല്ലേ? വെട്ടി വെച്ച നമ്മുടെ കൊണ്ടത്. ഏറ്റവും സെൽഫ് കോൺഫിഡൻസ് കുറവായിട്ടുള്ള ഒരു വ്യക്തിയാണ് സണ്ണിച്ചാൻ. ഇങ്ങനെ ഉന്തിക്കൊണ്ട് നടക്കണം. പുള്ളിക്കാരുടെ മുഖത്തോട്ട് നോക്കിയോ ഇങ്ങനെ ഒരു ഇതാ. നമ്മുടെ കോൺഫിഡൻസ് കൂടെ കഴിയും. നമ്മളൊക്കെ തലയും കുത്തി പറഞ്ഞിരിക്കും. റാണി മാത്രം ഈ ഒരു ഇരിപ്പാണ്, ഒരു ചലനവും. ഞാൻ ജഡ്ജസിനെ പരിചയപ്പെടുത്തുന്നു. രഞ്ജിനി, സമീറ, മഞ്ജു, ബബ്ലി, ബബിത. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് വെറുതെ അല്ല ഭാര്യ സീസൺ 2 പവർഡ് ബൈ ന്യൂട്രിലയുടെ എന്റെ സുന്ദരിയായ ഭാര്യ എന്ന റൗണ്ടിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. വന്നേ ഭാര്യയ്ക്ക് വേണ്ടി എല്ലാം റെഡിയാക്കി വെച്ച് നല്ല മാല, വള, കമ്മല്, മോതിരം, ഭംഗി, ബിങ്കി അതൊക്കെ എടുത്തിട്ടുണ്ടല്ലോ. എല്ലാം എടുത്തിട്ടുണ്ട്. മറ്റേ മുക്കുത്തി എല്ലാം എടുത്തിട്ടുണ്ടോന്ന് ഇപ്പൊ പറഞ്ഞിട്ട് കാര്യമില്ല. വാ. ബോബി ചേട്ടന് ധന്യ ചേച്ചിക്ക് വേണ്ടിയിട്ട് ഇവിടുന്ന് ഒരു ഡ്രസ്സ് സെലക്ട് ചെയ്യണം. ആകെ മൊത്തം 20 മിനിറ്റേ നമ്മുടെ കയ്യിലുള്ളൂ. അതിനിടയിൽ നമ്മൾ ഡ്രസ്സും ഓർണമെന്റ്സും സെലക്ട് ചെയ്യണം. മനസ്സിലായി? ഇവിടുന്ന് നമ്മൾ ഡ്രസ്സ് സെലക്ട് ചെയ്യുന്നു. പിന്നെ മലബാർ ഗോൾഡൻ ഡയമണ്ട്സിൽ പോയിട്ട് നമ്മൾ ഓർണമെന്റ്സ് എടുക്കണം. അപ്പൊ നമുക്ക് തുടങ്ങല്ലേ? സാരിയാണോ? അതാണോ ധന്യ ചേച്ചിക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ്? ധന്യക്ക് ഇഷ്ടമാണ്. എനിക്ക് കൂടുതൽ ഇഷ്ടം അവള് സാരി കൊടുക്കുന്നതാണ്. ധന്യ ചേച്ചിയുടെ ഫേവറേറ്റ് കളർ എന്താ? അവൾക്ക് ഗ്രീൻ ഇഷ്ടമാണ്. അതുപോലെ മജന്ത. ഇത് എല്ലാ സപ്തവർണ്ണങ്ങളും പറഞ്ഞു കഴിഞ്ഞിട്ട് അങ്ങനെയല്ല, ഈ രണ്ട് കളറാണ് അവൾക്ക് കൂടുതൽ ഇഷ്ടമുള്ളത്. സമയം 1 മിനിറ്റും 22 സെക്കൻഡും ആയി കേട്ടോ. 1 മിനിറ്റ് ആയാ? കളറാ വേണ്ടേ? മോഡേൺ ഡ്രസ് ഇടാൻ സമ്മതിക്കാറില്ലേ ബോബി? സമ്മതിക്കാറുണ്ട്, കുഴപ്പമൊന്നുമില്ല. ജീൻസും കുർത്തയൊക്കെ ഇടാറുണ്ടോ? ഇടാറുണ്ട്. അത് ധനുചേച്ചിക്ക് ഇഷ്ടമാണോ അത് ഇടുന്നത്? കുറച്ചൊരു ടൂർ സെറ്റപ്പ് ഒക്കെ ആകുമ്പോഴല്ലേ അത് ഇടാറുള്ളൂ. അല്ലെങ്കിൽ ഫംഗ്ഷൻ ഒക്കെ എന്തായാലും നമ്മൾ ഇഷ്ടമാണോ ഇടാൻ? മോഡേൺ ആവാൻ മോഡേൺ ഇഷ്ടമാണ്, കുഴപ്പമില്ല. പട്ടുസാരിയാണോ യൂഷ്വലി ധനുചേച്ചി എടുക്കുക, അതോ പാർട്ടി വെയർ അങ്ങനത്തെ ആണോ, അതോ കോട്ടൺ? അല്ല, കല്യാണങ്ങൾക്ക്, അതായത് കല്യാണം ആണെന്നുണ്ടെങ്കിൽ നമ്മൾ പട്ടുസാരി കൊടുക്കും. അതുപോലെ റിസപ്ഷൻ ആണെങ്കിൽ പാർട്ടി വെയർ റോസ് ഷെയ്ഡിലുണ്ട്. പിങ്ക്. ഞാൻ ഓർത്തു സംഭവം ഭാര്യയ്ക്ക് കളർ ഇഷ്ടം വേറൊക്കെ ആണെങ്കിലും. സമയം എത്രയെന്നറിയോ? 3 മിനിറ്റും 15 സെക്കൻഡും. കുഴപ്പമില്ല. ഇതെന്താ വില? ഇത് 7,000. ഇത് ഇപ്പൊ വേണ്ട, പിന്നെ നോക്കാം. പിങ്കിന്റെ പിങ്ക് ഷെയ്ഡ് വരും. വേഗം തരൂ, സമയം പോയി. ഇതാണോ പിങ്ക്? ഇതാണോ പിങ്ക്? റാണി പിങ്ക് ആണ്. റാണി പിങ്ക് ആണ്. ഇതെന്താ വില? 3,900. ഒരു 5ന്റെ ഒക്കെ റേഞ്ച് വരും. പെട്ടെന്ന് തരും. ഇത് മുഴുവൻ ഇവർ അഴിക്കുക കേട്ടോ. ഇതെല്ലാം ഇവർ മടക്കി വെക്കണ്ടേ? ഇനി കുഴപ്പമില്ല അല്ലേ? അയ്യോ, നമ്മള് അവരെ വല്ലാതെ ബുദ്ധിമുട്ടിക്കാൻ പാടില്ല. എനിക്ക് വയ്യ. ഈ ഭാര്യ സാരി കൊടുക്കുമ്പോഴേ അതിന്റെ പ്ലീറ്റ്സ് പിടിച്ചു കൊടുക്കാം. സത്യമായിട്ട്
ഇത് മതി. ഉറപ്പിച്ചോ? ഉറപ്പിച്ചു. സാരി സെലക്ട് ചെയ്തു. സമയം 6 മിനിറ്റും 10 സെക്കൻഡ്. ഇനി എന്താ വേണ്ടേ? ഇനി എന്താ ഇതിന്റെ കൂടെ വേണ്ടേ? ബ്ലൗസ് വേണം, ഓടണം. ലൈനിങ് അണ്ടർസ്കർട്ട്. യെസ്, ലൈനിങ് വേണമല്ലോ ഇതിനല്ലേ? ഓക്കെ, എന്നാൽ സമയം ആയിക്കോട്ടെ, പെട്ടെന്ന് ആയിക്കോട്ടെ. പെട്ടെന്ന് ലൈനിങ് സ്കേർട്ട് വിടാ, നമ്മളെ പെട്ടെന്ന് സ്കേർട്ട് എടുത്തേ. ഇതിന് ശരിക്കും എന്താ കളർ പറയാം? പിങ്ക് അല്ലേ? ഞാൻ പിങ്കല്ലേ ചോദിച്ചേ. ഓക്കെ. സമയം 7 മിനിറ്റും 51 സെക്കൻഡും ആണ്. നമ്മളൊരു പിങ്ക്, ബോബി ചേട്ടന്റെ ഫേവറേറ്റ് കളറാണ് പിങ്ക്. പിങ്ക് കളറിൽ നമ്മളൊരു പട്ടുസാരി എടുത്തു. പിന്നെ നമ്മളെന്താ അണ്ടർസ്കേർട്ടും അതിന് വേണ്ട സാധന സാമഗ്രികളൊക്കെ മേടിച്ചു. പട്ടുസാരിയാണോ യൂഷ്വലി ധനചേച്ചി എടുക്കുക, അതോ പാർട്ടി വെയർ അങ്ങനത്തെ ആണോ, അതോ കോട്ടൺ? കല്യാണങ്ങൾക്ക്, അതായത് കല്യാണം ആണെന്നുണ്ടെങ്കിൽ നമ്മൾ പട്ടുസാരി കൊടുക്കും. അതുപോലെ റിസപ്ഷൻ ആണെങ്കിൽ സാരിയുടെ ടൈപ്പിൽ എനിക്ക് ഏറ്റവും ഇഷ്ടം പട്ടുസാരി തന്നെയാണ്. കാരണം പട്ടുസാരിയുടെ ഒരു ലുക്ക് വേറെയാണ്. ഏത് ഫാഷനും എന്ത് വന്നാലും ഔട്ട് ഓഫ് ഫാഷൻ ആവാത്ത ഒറ്റ സംഭവമേ ഉള്ളൂ പട്ടുസാരി. ഈ കുറേ വർക്ക്സ് ഉള്ളത് അങ്ങനത്തെ എനിക്ക് ഇഷ്ടപ്പെടാറില്ല. കാരണം ഈ പാർട്ടി വെയർ സാരികൾ എന്നാലും ആരെങ്കിലും എടുത്ത് കാണുമ്പോൾ ഭംഗിയുണ്ട് തോന്നി ഞാൻ ഒരെണ്ണം ഒക്കെ എടുക്കാറുണ്ട്. എങ്കിലും എനിക്ക് അത്ര ഇഷ്ടമല്ല. മോഡേൺ ഡ്രസ് ഇടാൻ സമ്മതിക്കാറില്ലേ? സമ്മതിക്കാറുണ്ട്, കുഴപ്പമൊന്നുമില്ല. ജീൻസും കുർത്തയൊക്കെ ഇടാറുണ്ടോ? ഇടാറുണ്ട്. അത് ധനചേച്ചിക്ക് ഇഷ്ടമാണോ അത് ഇടുന്നത്? കുറച്ച് നമ്മളൊരു ടൂർ സെറ്റപ്പ് ഒക്കെ ആകുമ്പോഴല്ലേ അത് ഇടാറുള്ളൂ. അല്ലെങ്കിൽ ഫംഗ്ഷൻ ഒക്കെ എന്തായാലും നമ്മൾ മോഡേൺ ആവാൻ ഇഷ്ടമാണ്, കുഴപ്പമൊന്നുമില്ല. മോഡേൺ ഡ്രസ്സ് ഇഷ്ടക്കുറവൊന്നുമില്ല. കാരണം ഓരോരുത്തർ ആ രീതിയിൽ നടക്കുമ്പോൾ നമുക്ക് ആ നല്ല ഭംഗിയുണ്ട്. അങ്ങനെ ഇട്ടാൽ നന്നായിരിക്കും തോന്നാറുണ്ട്. കാരണം ഞാൻ വലിയ തടിയൊന്നും ഇല്ലാത്ത കാരണം ജീൻസും ടോപ്പ് ഇടാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് ബോബിയേട്ടനും അത് ഇഷ്ടക്കുറവൊന്നുമില്ല. കാരണം മോഡേണായി നടക്കുന്നത് ഇഷ്ടപ്പെടുന്ന ആൾ തന്നെയാണ്. ഞാനും ബോബിചേട്ടനും ഇപ്പൊ നിൽക്കുന്നത് മലബാർ ഗോൾഡൻ ഡയമണ്ട്. ഓക്കെ, ഇനി ബാക്കിയുള്ള സമയം എന്ന് പറഞ്ഞാൽ 12 മിനിറ്റ് 9 സെക്കൻഡ്. അത് 12 മിനിറ്റ് 10 സെക്കൻഡ് ആക്കില്ല. 9 കഴിഞ്ഞാൽ 9 അവിടെ നിർത്തും. ഒരു മില്ലി സെക്കൻഡ് പോലും കൂട്ടില്ല. ഓക്കെ, അപ്പൊ വേറെ ഡൗട്ട് ഒന്നും ഇല്ലല്ലോ? ഇല്ല. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സോ റെഡി, 1 2 3 സ്റ്റാർട്ട്. ട്രഡീഷണൽ ആയിട്ടുള്ള നെക്ലസ്, പിങ്ക് കളറിലുള്ള കല്ലുള്ളതാണെങ്കിൽ കൂടുതൽ നന്നായി. പക്ഷെ ഇത് പിങ്ക് അല്ലല്ലോ കളറ്. പിങ്ക് വേറെ കിട്ടുമോ? പിങ്ക് മോളുണ്ടോ? ട്രഡീഷണൽ കിട്ടുമോ? ഇത് നമ്മൾ കണ്ട അതേ കളർ, പിങ്ക് ആണോ? ഇത് പിങ്ക് അല്ലേ? പിന്നെ റെഡ് അല്ലല്ലോ അതേതായാലും. ഇതിൽ സെറ്റ് ഇല്ലല്ലേ? കമ്മല് വരില്ല? വെച്ച് നോക്കണോ? വെച്ച് നോക്കിക്കോളൂ, ഞാനിവിടെ നിൽപ്പുണ്ട്. വെച്ച് നോക്കിക്കോളൂ. കൊല്ലാൻ പോണുണ്ട്. ഇതൊരെണ്ണം മാറ്റിയേക്കാം. 2 മിനിറ്റ് 51 സെക്കൻഡ്. ഇവിടെ വേണ്ടി റിലാക്സ് ചെയ്ത് പോകാൻ സമയമുണ്ട്. സെറ്റായി. ഇനി ഇതിന് നമുക്കൊരു 2 വള, ചെറിയൊരു ഒരു ഇത് പറയാം, നമ്മുടെ നെക്ലസ്. സോറി, നെക്ലസ് അല്ല, കൈച്ചേനോ ബ്രേസ്ലെറ്റ്. അത് തന്നെ കൈച്ചേ. ചേച്ചി എങ്ങനത്തെ ഓർണമെന്റ്സ് യൂഷ്വലി ഇടാറ്? മീൻ ഇങ്ങനത്തെ ഗോഡി ആയിട്ടുള്ള? അല്ല, ഈ സാരി പട്ടുസാരിയൊക്കെ പ്രത്യേകിച്ച് ഉപയോഗിക്കുന്ന സമയത്ത് ട്രഡീഷണൽ ആയിട്ടുള്ള പാലക്ക, കാശിമാല അതൊക്കെ കാണാൻ കിട്ടാറില്ലേ? പിങ്ക് കളറാണോ ഇത്? ശരിക്കുള്ള പിങ്ക് കളർ ഏതാ? പിങ്ക് കളർ. ഒരു പാസരം, ഒരു സെറ്റ് പാസരം, മാല, കമ്മല്, പാസരം, മോതിരം വേണം. ഇത് അഡ്ജസ്റ്റ് ചെയ്യുന്നതാണോ? അപ്പൊ ഇത് പറഞ്ഞിരിക്കട്ടെ. കല്യാണം കഴിച്ചപ്പോ ചേച്ചി ഇത്ര സ്വർണം തന്നു വീട്ടിൽ നിന്ന്? മനസ്സിലായി. അതൊക്കെ ഉണ്ടല്ലോ ഇപ്പോഴും. പിന്നെ അതെല്ലാം നമ്മള് ബാങ്കിൽ പോണ കൊടുക്കല്. അല്ല, അതെല്ലാം നമ്മൾ ഇരട്ടിയാക്കി ബാങ്കിൽ വെച്ചിട്ടുണ്ട്. 2 കിലോ വരെ വളയുണ്ട്.
ഓക്കെ, അപ്പൊ നമ്മൾ വലിയ വള മാറ്റിയില്ലേ? ബ്രേസ്ലെറ്റ് വെച്ചാൽ ഓവറാവും. ഇത് കൊള്ളാലോ. അതും കൂടെ സിമ്പിൾ അല്ലേ? ഇത് താത്ത് കൊഴുത്ത് കൊല്ലാൻ മോഡൽ ഓരോന്ന് പിടിച്ച് 7 പവൻ. പക്ഷെ ഇതാണ് കുറച്ചും കൂടെ, ഇതാണ് കുറച്ചും കൂടെ ഭംഗി. ഇതന്നെ മതി. മോതിരം, കമ്മല്, മാല, വള, പാദസരം. കുറച്ച് തൂക്കം കുറഞ്ഞൊരു ഇത് വരും. നോർമൽ എടുക്കും. ഇത് കുഴപ്പമില്ലല്ലോ. യെസ്. മറ്റേതാകുമ്പോ ഈ സ്റ്റോണൊക്കെ ഉള്ളതാകുമ്പോൾ ഡെയിലി വെയറിന് ബുദ്ധിമുട്ടാവും അല്ലേ? ഓക്കെ. മലബാർ ഗോൾഡൻ ഡയമണ്ട്. ഞാൻ കാല് കാണിക്കില്ല. 12 മിനിറ്റ് 9 സെക്കൻഡ് ഉണ്ടായിരുന്നു. അതിനകത്ത് 11 മിനിറ്റ് 18 സെക്കൻഡിനുള്ളിൽ കാര്യം ചേർത്ത്. അതിനകത്ത് മാല വാങ്ങിച്ചു, കമ്മല്, ഇത് മോതിരം, വള, പാൽസരം. ഇതെല്ലാം ട്രഡീഷണൽ ലുക്കാണ്. ചേച്ചിക്ക് എടുത്ത സാരി ടിഞ്ചുള്ള സാരിയാന്ന് തോന്നി. ഞാൻ ബ്ലൗസിന്റെ കണ്ടു. അപ്പൊ പിന്നെ